കൂടാരം ആശയത്തോർക്കാശയമരുളും അഭയസങ്കേതം Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയുന്ന ദിവസങ്ങളാണിത്. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് ഈ ധ്യാന ദിവസങ്ങൾ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന എല്ലാ ധ്യാന ശുശ്രൂഷകളിലൂടെയും അനേക അത്ഭുതങ്ങളിലൂടെയും ദൈവസ്നേഹത്തിൻ്റെ നിറവിലൂടെയും അവിടുന്ന് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് നന്ദി പറയാം. തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായം 22-ാം തിരുവചനം. പ്രഭാഷകൻ 51:22. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് അവിടുത്തേക്ക് നന്ദി പറയുവാൻ, ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുവാൻ. ദൈവം കർത്താവ് എനിക്കൊരു നാവ് നൽകി, അതുപയോഗിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, മഹത്വപ്പെടുത്തും. ആ ഒരു തീഷ്ണതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ, നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പൂവിനെ കുറിച്ചുള്ള തോട്ടായതുകൊണ്ട് അതൊരു ഹാപ്പി തോട്ടാണ്. ഒരു തോട്ട് നമ്മുടെ തലയിൽ വന്നാൽ നമ്മുടെ ന്യൂറോണിൽ ഏതാണ്ട് 50ഓളം കെമിക്കലുണ്ട്. അപ്പോൾ ആ തോട്ടിന് അനുസൃതമായ കെമിക്കൽ നമ്മുടെ തലയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ പൂവിനെ കുറിച്ചുള്ള തോട്ടായതുകൊണ്ട് ഒരു ഹാപ്പി കെമിക്കലാണ് നമ്മുടെ തലയിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് പൂ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് അനുഭവപ്പെടുന്നു. അപ്പോൾ പൂ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് അനുഭവപ്പെടുന്നത് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട കെമിക്കലിൻ്റെ പ്രവർത്തനമാണ്. ഹാപ്പി കെമിക്കൽ റിലീസ് ചെയ്യപ്പെട്ടതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് അനുഭവപ്പെടുന്നു. ഇനി നമ്മൾ ആ പൂവിൻ്റെ മുമ്പിൽ ഒരു കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യമുണ്ടായ ഹാപ്പിനെസ് പയ്യെ കുറയുന്നു. പൂ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, നമ്മളിപ്പുറത്തിരിപ്പുണ്ട്. പക്ഷെ ആദ്യമുണ്ടായ ഹാപ്പിനെസ് കുറയുന്നു. എന്താ കാരണം? നമ്മുടെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്ത ആ കെമിക്കല് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് ഹാപ്പിനെസ് കുറയുന്നത്. ഇനി പൂവിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു പാമ്പിനെയാണ് കണ്ടതെങ്കിലോ ഇതേ പ്രോസസ്സ് തന്നെ. അതിൻ്റെ പിക്ചർ തലയിൽ വരുന്നു, മൈൻഡ് ഉടനെ തന്നെ മെമ്മറിയിൽ തപ്പുന്നു. പാമ്പിനെ കുറിച്ചുള്ള അറിവായതുകൊണ്ട് അത് ഭയമുണ്ടാക്കുന്ന ചിന്തകളാണ് അതിനകത്ത് കിടക്കുന്നത്. ആ ഭയത്തിൻ്റെ ചിന്തകൾ തലയിൽ വരുന്നു. അപ്പോൾ
ഭയത്തിൻ്റെ കെമിക്കലാണ് നമ്മുടെ ന്യൂറോണിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ ബോഡിയിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടായി നമുക്ക് ഭയമുണ്ടാകുന്നു. അപ്പം നമുക്കുണ്ടാകുന്ന നിരാശ, ഭയം, ആകുലത ഇത് മുഴുവനും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു രാസമാറ്റത്തിലൂടെ സംഭവിക്കുന്നതാണ്. ആ രാസമാറ്റത്തിന് ആവശ്യമായ കെമിക്കല് നമ്മുടെ തന്നെ ന്യൂറോണിൽ നിന്നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ബൈബിളിലെ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 സാത്താൻ ആദം ഹവ്വായെ പാപത്തിൽ വീഴിച്ചു, ദൈവകൃപ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ആദം ഹവ്വായെ പാപത്തിൽ വീഴിച്ച സാത്താനെ ശിക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 3:15, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ്? നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, അവളുടെ സന്തതി നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. കുരിശേ കിടന്നുകൊണ്ട് ഈശോ മാതാവിനോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, യോഹന്നാനെ കാണിച്ചോണ്ട്. അപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്ന സ്ത്രീ യേശുവിൻ്റെ അമ്മയായ ദൈവപുത്രൻ്റെ അമ്മയായ മറിയമാണ്. ശ്രദ്ധിക്കണം, ജീവന്റെ ജലം മറ്റെല്ലാ ദാഹത്തെയും തീർക്കും. ഈശോ അവൾക്ക് വാഗ്ദാനം കൊടുത്തു. അവളുടെ ഒരു വാഗ്ദാനം പറഞ്ഞു, നിനക്കിനി ഒരിക്കലും ദാഹിക്കാത്ത ജീവന്റെ ജലം ഞാൻ തരാം. ഏതായാലും എങ്ങനെയായാലും ഇവൻ പറഞ്ഞ് ഈ ജീവന്റെ ജലം കിട്ടിയേ പറ്റൂ. തരാമോ? തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ട കാര്യം? ഈശോ പറഞ്ഞു കൊടുത്തു, മോളെ നീ പോയിട്ട് നിന്റെ ഭർത്താവിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവാ, ഞാൻ തരാം. നീ പോയിട്ട് നിന്റെ ഭർത്താവിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവാ. അപ്പോൾ ഉടനെ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നീ പറഞ്ഞു ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈശോ അവളുടെ ഇന്നലകളിലെ ജീവിതത്തിലെ പാപത്തിന്റെ മാലിന്യങ്ങളെ മുഴുവൻ ഈശോ അവൾക്ക് കാണിച്ചു കൊടുത്തോളൂ. എന്നിട്ട് അവൾ പറഞ്ഞു, നീ ആ പാപജലം കുടിക്കുന്ന പണി നീ നിർത്തിയാൽ, പാപജലം കുടിക്കുന്ന പണി നീ നിർത്തിയാൽ ഞാൻ നിനക്ക് പറയേ ജീവജലം തരാം. ആരോ റെഡി? ഇതാ ഞാൻ നിനക്ക് ജീവജലം തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ ഇന്ന് വരെ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാപജലം കുടിക്കുന്ന പണി നീ നിർത്തണം. ആർ യു റെഡി? തയ്യാറാണോ? നോക്ക്, ഇതാണ് ഞാനും നിങ്ങളും ഈശോയുടെ മുമ്പിൽ എടുക്കേണ്ട തീരുമാനം. ഇതാണ് ഈ ധ്യാനത്തിലൂടെ നിനക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇത്രയും സമയം ഇവിടെ ഇരുന്നു, ഇത്ര ദിവസം ഇരുന്നു. നിന്നോട് കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോനെ മോളെ, നിനക്ക് നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തി തരാം, അടയാളം തരാം, അനുഗ്രഹം തരാം, ഉയർച്ച തരാം, നടക്കാത്ത കാര്യങ്ങൾ നടത്തി തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഇന്നലകൾ നീ ചെയ്തതായ പാപത്തിന്റെ ജലം കുടിക്കുന്ന പണി അതൊന്ന് നിർത്തണം. നിർത്തിയാൽ ഞാൻ നിനക്ക് ജീവജലം തരാം. ആര് റെഡി? എൻ്റെ പേര് ഷീന, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഇത്രയും ദിവസത്തെ ധ്യാനത്തിൻ്റെ ഈ അനുഭവം വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറയാനുള്ളൂ. പനിക്കലച്ഛൻ്റെ പ്രത്യേക ക്ലാസ്സും ആന്തരിക സൗഖ്യ പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ എന്നെ എൻ്റെ ജീവിതത്തെ വളരെ വലുതായിട്ട് തന്നെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഒരു ഉപദേശവും സ്നേഹവും ഒക്കെ ചോദിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുടങ്ങാനും പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാനും എല്ലാ കാര്യത്തിലും എനിക്ക് സഹായം ചെയ്തു ഈ ധ്യാനം.
ഈ ധ്യാനം ഏറ്റവും ഉപകാരപ്രദമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഈ ധ്യാനം വന്ന് സംബന്ധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വീണ്ടും തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം, യോഹന്നാൻ 6:51. ഈശോ ഇപ്രകാരം പറയുക, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ നൽകുന്ന അപ്പം, ജീവനുള്ള അപ്പം അത് ഞാനാണ് എന്ന് കർത്താവ് പറയുക. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവരെല്ലാവരും എന്ത് സംഭവിക്കും? എന്നേക്കും ജീവിക്കും. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എന്നേക്കും ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ഉണ്ടായിരിക്കും, നിത്യവും ജീവിക്കുക, എപ്പോഴും ജീവനുള്ളവരായിരിക്കും. അതായത് നിത്യജീവൻ അവർക്ക് സ്വന്തമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഈ അപ്പം ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ സ്വന്തമാണ്. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം അതെൻ്റെ ശരീരമാണ് എന്ന് കർത്താവ് പറയുക. അപ്പം കുറേ കൂടെ ക്ലിയറായി. ഈശോ പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ജീവനുണ്ടാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി നിത്യജീവൻ നൽകുന്ന അപ്പം ഞാനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനുണ്ടാകുവാൻ അവൻ ജീവന്റെ അപ്പമായി മാറി. ജീവന്റെ അപ്പമായി അവൻ മാറുകയാണ്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർക്ക്, രക്തം പാനം ചെയ്യുന്നവർക്ക് എന്തുണ്ടായിരിക്കും? നിത്യജീവൻ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോമി. ഞാൻ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം ഡിവൈനെ കുറിച്ച് അറിഞ്ഞ ഞാൻ ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോഴാണ് എൻ്റെ കാലിനൊരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായി. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഒരാഴ്ച ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുഖാന്തരമാണ് എന്നെ ഇവിടെ പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ ധ്യാനത്തിന് വന്ന ശേഷം നല്ല ആന്തരിക സൗഖ്യ ധ്യാനവും നല്ല ധ്യാനവും പ്രാർത്ഥനയും എല്ലാമാണ് ഇവിടുത്തേത്. എനിക്ക് നല്ല വിടുതലും സൗഖ്യവും എൻ്റെ കാലിനെല്ലാം പരിപൂർണമായി വേദനകളും എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് എന്നിൽ നിന്നും അകന്നു പോയിട്ടില്ലെന്നും എൻ്റെ കർത്താവ് തിരികെ വിളിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നുമാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. നല്ല ധ്യാനവുമാണ്, നല്ല പ്രാർത്ഥനയുമാണ്. യേശുവെ നന്ദി, ഈശോയെ സ്തോത്രം. ഏതു രീതിയിലാണ് എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത് എന്ന് സാത്താൻ നോക്കി നടക്കുകയാണ്. എപ്പോൾ നമ്മളെ വീഴിക്കാൻ പറ്റും? പത്രോസിന്റെ 1-ാം ലേഖനം 5:7. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുകയാണ്. പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. പക്ഷേ ചിലർക്ക് ആ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം അവർ കുട പിടിച്ചിട്ടുണ്ട്. ഒരു പാപത്തിൻ്റെ ദുഷ്ടതയുടെ കുട
അവർ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാതെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കുഴപ്പമല്ല. ദൈവം എല്ലാവരുടെയും മേൽ ചൊരിയുന്നത് കൃപയാണ്, അനുഗ്രഹമാണ്. എൻ്റെ പേര് ഷീജ, പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഈ ധ്യാനത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ എവിടെ ഫംഗ്ഷന് പോയാലും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഈ ധ്യാനത്തിൽ ബ്രദർ വിളിച്ചു പറഞ്ഞു, ഒരാൾക്ക് തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറങ്ങാൻ പറ്റുന്നില്ല, ആ ആളിനെ തൊട്ട് സുഖപ്പെടുത്തുന്ന അത് ഒരാൾ മാത്രമാണെന്ന്. അങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിലും ദൈവം എൻ്റെ അത് കണ്ട് എനിക്കത് ഒരു വലിയ അനുഗ്രഹമാക്കി തന്നു. എനിക്ക് അപ്പോൾ എന്നെ തൊടുന്ന അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൾക്ക് ഈ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടെല്ലാം മാറ്റി തന്നു. പരീക്ഷയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുന്നേ കണ്ടിന്യൂസ് പനിയായിരുന്നു. അങ്ങനെ ആ പനിയും മാറ്റി തന്നു. മത്തായിയുടെ സുവിശേഷം 1:23 നമ്മളിങ്ങനെ വായിക്കും, യേശുവിനെ ഗർഭം ധരിച്ച മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ കർത്താവിൻ്റെ മാലാഖ വന്ന് പറഞ്ഞ സന്ദേശമാണ്. അതിലെ അവസാനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. മത്തായിയുടെ സുവിശേഷം 1:23 ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എൻ്റെ പേര് രാജേശ്വരി, സ്ഥലം ട്രിവാൻഡ്രം. ഞാൻ മെൻ്റലി അത്യാവശ്യം നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇപ്പം നല്ല മെൻ്റലി ഹാപ്പി ആണ്. ഈ ധ്യാനത്തിൽ നിന്ന് അങ്ങനെ നല്ലൊരു സന്തോഷം അനുഭവിക്കപ്പെടുന്നു. അപ്പം നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്നത് മുഴുവൻ നമ്മളെ വിളിച്ചവനെ കുറിച്ചും ആ വിളിച്ചവൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും ആ പരിശുദ്ധി ഞാൻ പ്രാപിച്ചെടുക്കുന്നതും കുറിച്ചും ഉള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ സംസാരം. ഞാൻ സിസ്റ്റർ പ്രശാന്ത. ഞാൻ വരുന്നത് ആസാമിൽ ഡിപ്പു ഡയസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഹോളിഡേയ്സിന് വന്നപ്പോൾ ഇവിടെ ധ്യാനിക്കാൻ വന്നതാണ്. ഈ ധ്യാനം നല്ലൊരു അനുഭവമായിരുന്നു. കർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ആരാധനയിലൂടെ ആരാധിക്കാനും ജീവിതത്തിന് ഒത്തിരി മാറ്റം വരുത്താനും ഈ ധ്യാനം എന്നെ ഒത്തിരി സഹായിച്ചു. ഇനിയും ധാരാളം പേര് ഇങ്ങനെ ഈ ധ്യാനത്തിൽ പങ്കുകൊണ്ട് യേശുവിൽ വളരാൻ ദൈവമേ ഇതൊരു നല്ലൊരു അവസരമായി എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ഇതാ ദൈവം പറയുന്നു. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. അപ്പോൾ അവർക്ക് ആ സ്ട്രക്ചർ ദൈവമാണ്, യേശുവിനെ അയക്കുന്നു, യേശു ശിഷ്യന്മാരെ അവർക്ക് അധികാരം കൊടുക്കുന്നു. ആ അധികാരം ഇന്ന് സഭയിൽ തുടരുന്നതാണ്. മാർപ്പാപ്പ, ആദ്യത്തെ മാർപ്പാപ്പ പത്രോസിന് കൊടുത്ത അധികാരമുണ്ടല്ലോ, അതിന്ന് മാർപ്പാപ്പയിലൂടെ തുടരുന്നു. മാർപ്പാപ്പ മെത്രാന്മാർക്ക് അധികാരപ്പെടുത്തി കൊടുക്കുന്നു. ആ മെത്രാന്മാർ വൈദികർക്ക് കൊടുക്കുന്നു. വൈദിക പട്ടം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളുടെ ചെവിയിൽ പറയും, 1 മാസത്തേക്ക് അല്ലെങ്കിൽ നിശ്ചിത നാളത്തേക്ക് കുമ്പസാരം കേൾക്കാൻ അനുവാദം തരുന്നു. പിന്നെ ഓരോ വർഷവും ഈ മൂറോൻ സൈത്ത് ബെഞ്ചിരിപ്പിൻ്റെ അന്ന് ഞങ്ങളുടെ കയ്യിൽ കുമ്പസാര പത്തി എന്നൊരു പുസ്തകമുണ്ട്. അത് കൊണ്ടുപോയി ഞങ്ങൾ വീണ്ടും അനുവാദം ഒപ്പിട്ട് വാങ്ങണം. അത്ര വലിയ കാര്യമാണ്, അല്ല ചുമ്മാ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല.
യേശുനാഥ. എല്ലാവരും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ, കണ്ണുകളടച്ചോ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ, കണ്ണുകളടച്ചോ. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടുമെൻ പാപം ഞാനേറ്റു ചൊല്ലി. എല്ലാവരും ചേർന്ന് ലോക ചരിത്രത്തിൽ നിന്റെ പാപം ക്ഷമിച്ചിരുന്നു പറഞ്ഞ് യേശു മാത്രം ആ യേശുവിലേക്ക് നോക്കി എന്റെ ഈശോയെ എന്ന് വിളിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Divine, divine, divine blessing. Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ കൂടെ ഈ ഒരാഴ്ചയായിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഇന്നലകളിലെ ജീവിതത്തിൽ വന്നുപോയ സകല പാപത്തെയും കഴുകി രോഗങ്ങളെ ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് 115 സങ്കീർത്തനം 12 തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന് നിന്നെക്കുറിച്ച് ഒരു വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നമ്മളെല്ലാവരെക്കുറിച്ചും കർത്താവിന് കൃത്യമായ ഒരു വിചാരമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മളെല്ലാവരെയും എപ്പോഴും ശ്രദ്ധിക്കുകയും നമ്മുടെ കാര്യത്തിൽ കർത്താവ് താല്പര്യം കാണിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് കർത്താവ് ഇന്ന് നമ്മളെ അവിടുത്തെ തിരുമുമ്പിലേക്ക് കൊണ്ടുവന്നത്, ഈ ആഴ്ചയിൽ ദൈവ തിരുമുമ്പിലായിരിക്കുവാനായിട്ട് അനുവദിച്ചത്, വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയത്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ഈ ആഴ്ചയിലെ ഓരോ ശുശ്രൂഷയിലൂടെയും അനുഗ്രഹം ലഭിച്ച നമ്മൾ, സന്തോഷം ലഭിച്ച നമ്മൾ, സൗഖ്യം ലഭിച്ച നമ്മൾ, മാനസാന്തര അനുഭവം ലഭിച്ച നമ്മൾ, ഇനിയുള്ള നാളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റനേകർക്ക് ഈ ലഭിച്ചതുപോലെയുള്ള ദൈവാനുഗ്രഹം ലഭിക്കുവാൻ നമ്മൾ ഈശോയുടെ സാക്ഷികളായി മാറണം. നമ്മുടെ മാനസാന്തര ജീവിതം കണ്ട് സൗഖ്യ അനുഭവം കണ്ട് അനേകർക്ക് ഇനിയുള്ള ഓരോ ആഴ്ചയിലും ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാനായിട്ട് കടന്നു വരാൻ സാധിക്കണം. അതിന് നീ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിനക്ക് കിട്ടിയ ദൈവാനുഭവം എത്ര വ്യക്തികളോട് പറയാനായിട്ട് സാധിക്കുന്നു അത്രയും വ്യക്തികളോട് നീ പറയണം. 2, നീ ഓരോ ആഴ്ചയിലും അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷ വേല, ആ സുവിശേഷ വേല അത് ചെയ്യാൻ തയ്യാറാകണം. അപ്പോഴാണ് നമ്മെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിചാരമുള്ള ദൈവം, നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ദൈവം ഇനിയുള്ള നാളുകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അങ്ങനെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ജീവിതം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുള്ള ജീവിതം, അതായിരിക്കട്ടെ ഇനിയുള്ള നാളുകളിൽ നിങ്ങളിലൂടെ അനേകരെ കാണേണ്ടത്. അതിനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈശോയെ ഓരോ വ്യക്തികൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.